ഹായ് പറഞ്ഞോ. എന്റെ ചാനൽ മേക്ക് ടൈം ടു സീ ദ വേൾഡ്. നിങ്ങൾക്ക് ഇത്രയും കാലം എന്റെ ചാനലിന്റെ പേര് അറിയില്ല. മേക്ക് ടൈം ടു സീ ദ വേൾഡ്. മേക്ക് ടൈം ടു സീ ദ വേൾഡ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൂലേ? ഇവിടെ ഈ ഒരു കടയിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്യൂ ഉള്ളത് കേട്ടോ. ക്യൂൻസ് കിച്ചൺ എന്ന് പറഞ്ഞത്. നമ്മുടെ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, പഴംപൊരി ഉണ്ട്, എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞ എന്തെല്ലാം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല നമുക്ക് പിന്നെ പറയാം. സംഭവം തുടങ്ങിയിട്ടുണ്ട്. കഴിക്ക് ഇങ്ങനെയല്ലേ കഴിക്ക്. എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയതോ? എന്റെ സ്പെഷ്യൽ ഞാൻ വീട് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്നോ? ഉള്ളതാ ചേച്ചിട്ടുണ്ട്. എത്തിലുള്ള മേടിച്ചെന്നറിയാം. അടിപൊളിയല്ല? അങ്ങനെയും കഴിക്ക്. സൂപ്പറല്ല? എന്തിനു പറഞ്ഞു ഞങ്ങൾ? എങ്ങനെയുണ്ട്? എടുക്ക്. മതിയോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? ഈ ചിക്കൻ നമുക്ക് എല്ലാവർക്കും കൊണ്ട് കഴിപ്പിക്കാം. ഈ ചിക്കന് എല്ലാവരും കൊണ്ട് കഴിപ്പിക്കാം. എല്ലാവരും എടുത്തു. ഒരു പീസ് എടുക്ക്. മോനെടുക്കടാ. എടുക്ക്. നല്ല അടിപൊളി സാധനം. നീ എടുക്ക്. സൂപ്പർ സാധനം. ഇത് കഴിച്ചിട്ട് പറ. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം. വേറെ വീട്ടിൽ നിന്ന് ഇതൊന്നും മേടിച്ചൊന്നുമില്ല. ചൂട് സാധനം. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതോ? അമ്മ ഇതൊന്ന് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്. നല്ല കോട്ടയം സ്റ്റൈല്. അപ്പൊ പറ എങ്ങനെയുണ്ട്? ടേസ്റ്റ് പറ. ടേസ്റ്റ് ചെയ്തോ? സൂപ്പറല്ല? എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? എടുത്തോ. എങ്ങനെയുണ്ട്? എടുക്ക്. ശ്രീസ് ബിരിയാണി. ശ്രീസ് കിച്ചണിന്റെ അടിപൊളിയായിട്ടുള്ള ബിരിയാണിയുടെ പാക്കേജ് നമ്മളെ സജേഷേട്ടനുണ്ട്. സജേഷേട്ടാ ബിരിയാണി എങ്ങനെയുണ്ട്? പോകുന്നില്ല? അടിപൊളിയല്ലേ? എന്തോ ഒരു ഇതുപോലെ ഒരു ക്ഷീണം പോലെ പോത്ത്. സജേഷേട്ടൻ നല്ല ക്ഷീണമാണ്. ബിരിയാണി ഇങ്ങനെ പാർസൽ വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് ഉണ്ട്. യമ്മി പിക്കിൾസിൽ എന്തെല്ലാം ഇല്ലേ പറഞ്ഞോളൂ. എന്തെല്ലാം പിക്കിൾസ് ഇല്ലേ? ഫിഷ് പിക്കിള്, ഹലോ പിക്കിൾസിന്റെ കാത്ത, കിങ് ഫിഷ്, ബീഫ്, ചിക്കൻ. അയ്യോ രണ്ട് വർത്താൻ പറ. നിങ്ങളല്ല നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാം. പൊറോട്ട ബൈ ഫാ. ഇത് നമ്മളെ അയോധ്യയിലെ പൊറോട്ട ഫാൻ്റെ പൊറോട്ട കേട്ടോ. ഇവിടെ നിന്നില്ല കേക്കല്ല എന്നാ സംഭവം? കേക്കാ? ബ്രൗണി അല്ല? ബ്രൗണി അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് എന്നാ പറഞ്ഞേ? വെരി ഡെലിഷ്യസ്. ഓക്കെ. ഇവിടെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം ഉണ്ട്. എന്താ ഇടുന്ന? കഴിഞ്ഞ ദിവസം കണ്ടതാ. ഇവളുടെ പറ എന്താ പറയുന്നത്? പാൽപ്പായസം. രണ്ട് ക്ലാസ്. നവീൻ എന്തല്ലോ പറയുന്നത്? നവീനുണ്ട് ഇടിഞ്ഞിടെത്തി അതിലടക്കുക. ഇത് പറയുന്നില്ല? ഞാൻ പറയണ്ടായിരുന്നല്ലോ. നമ്മള് വിമലാട്ടന്റെ മാരകമായ പായസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാൽപ്പായസം? വിമലാട്ട ആ സംഭവം പാൽപ്പായസോ? എന്ത് പായസം? പാൽപ്പായസം. ഓക്കെ. ഇനി എന്ത് സഹായിക്കടാ? ഒരാട് ഇരുന്നിട്ടതാ. കമ്മിറ്റി മെമ്പർ ചിക്കനായിട്ടിരിക്കുന്നതായിരുന്നല്ലോ. ഇവിടെ പരിപാടിയെല്ലാം മാരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് പായസം? പറ. വിമലേട്ടന്റെ പായസം. നവീൻ 2 കമന്റ്. നീ കുടിച്ചിട്ട് പറ. അതിൽ അടിപൊളി.
എങ്ങനെയുണ്ട് പായസം പറ? നല്ല അടിപൊളി ഭീമനായിട്ട് നല്ല എന്താ പറയുക അധികം മധുരമൊന്നുമില്ല അല്ലേ? അധികം മധുരമില്ല, പക്ഷെ കൺസിസ്റ്റൻസി എന്താ പറയുക അതിനെന്തോ നല്ല നല്ല അതാ നല്ല ഡാൻസ് അതാ. കണ്ടപ്പോ അടിമയത്തിന് മഞ്ഞളരാത്രി ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി കൂന്തല് കല്യാണി നിന്റെ പാറത്ത പുള്ളി എന്നെ കുളിക്കല് കണ്ണിൽ നിറകണ്ട് കയ്യിലെ വളകണ്ട് കാലിലെ കുലിച്ചിട്ട് എന്നെ കുളിക്ക് അരയിലെ അരഞ്ഞാണ് മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല് നീ ഒരു തീ നോട്ടത്തിൽ മുന്നെ കൊണ്ട് ചങ്കത് പെടക്കണ നോക്കല് നീ ഒരു തീ. ക്യാരറ്റ് പായസോ? ആ വ്ളോഗ എന്താ പേര് പറഞ്ഞോ? ഏട് സലഡിയാ കേൾക്കൂല എന്നാ പറഞ്ഞു. മൈക്കുണ്ട് കേട്ടോ. മേക്ക് ടൈം ടു സീ ദ വേൾഡാ. മേക്ക് ടൈം ടു സീ കുറച്ച് ലെങ്ത് ആയിട്ട പേരാ. കേൾക്കില്ല. ഓക്കെ നിങ്ങളെവിടെ? അയോധ്യയിലാണോ? അയോധ്യ ബാങ്കോക്ക്. ആ നടക്കട്ടെ. ഓക്കെ. ആ ഇടുന്ന പരിപ്പോടല്ലേ ഇത്? പരിപ്പോടല്ലേ? വാ അടിപൊളി. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ഇതാ നല്ല അടിപൊളി ചൂടൻ പരിപ്പോട. ആ ഇതാ ചെറിയ കുട്ടി പരിപ്പോട ഇടണ നല്ല സുഖമാണ്. ഓക്കെ തട്ടുകട നൈസ് സൂപ്പർ. നമ്മുടെ ലേഡീസ് ടീമിന് ഈ പവർഫുൾ പെർഫോമൻസിന് വലിയൊരു കൈയടി. ഒന്ന് ബീഫ് പറ. ബീഫുണ്ട്, മുട്ട എന്തോ സംഭവം കാണുന്നുണ്ട്, പാനിപ്പൂരി ഉണ്ട്, അടിപൊളി സംഭവം. നൃത്തത്തിന്റെ ആവേശത്തിന് ശേഷം ഇത് സംഭവം ഇതൊന്നും ഐറ്റം ചിക്കൻ തട്ടുകൂടാനായിട്ട് ഞാൻ ഓൾറെഡി കുറെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ബാങ്കോക്കിലെ ഫേമസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ദക്ഷിണേന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇവർ ഓൾറെഡി ഫേമസ് ആയ ഒരു സംഭവമാണ് കേട്ടോ. ഹോം സ്വീറ്റ് ഹോം ടീം. ഇവിടെ എന്തെങ്കിലും ഉള്ള ഇടിയപ്പം ഉണ്ടല്ലേ? ഇടിയപ്പം പിന്നെ ഇതെന്നാ ബീഫ്. അടിപൊളി. ഇതെന്നാ പോർക്ക് മട്ടൺ. ചിക്കൻ പൊറോട്ട അടിപൊളി. ഈ പൊറോട്ട വിത്ത് ചിക്കൻ, ഈ പൊറോട്ട ബീഫ് അടിപൊളി. ഇവിടെ കുറെ അച്ചാറൊന്നുമില്ല. ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അച്ചാർ മേടിച്ചിരുന്നു. നല്ല അച്ചാർ
ഏതാണ് വെറൈറ്റി വന്നിട്ടുണ്ട്. ഇവിടെ ബീട്രൂട്ട് ഒന്നല്ല മേടിച്ചത്. ഏത് ബീഫ്, ടൊമാറ്റോ പിക്കിള്, ഫിഷ് പിക്കിള്. ആ ഫിഷ് പിക്കിൾ തന്നെ. ഇത് ട്യൂണ അല്ല ഏതാ കിങ് ഫിഷാ? അല്ല വെയിറ്റ് ചെയ്യാം, ഞാൻ അല്ല ഞാൻ നോക്കട്ടെ. ടൊമാറ്റോ പിക്കിൾ അല്ലേ? ആ ഹാ ടൊമാറ്റോ പിക്കിളോ? ആ ആ ഇതാണോ സംഭവം അല്ലേ? എന്നാ പിന്നെ അതൊന്നോ എനിക്കൊന്നോ. ആ അത് ഒറ്റ മതി. ഈ ചെറുതാ? ചെറിയ പാക്കിങ്? ആ സാറല്ല അതാണ്. നല്ല അടിപൊളിയായിട്ട് ബീവറേജ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ സ്റ്റേജിലേക്ക് വരാമോ? ഇത് കഴിഞ്ഞ ഉടനെ AGM ഉണ്ട്, ആ കൂട്ടത്തെ ഞങ്ങൾക്ക് കട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് കയറുക സ്റ്റേജിലേക്ക്. എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും പെട്ടെന്നൊരു സർപ്രൈസ് ഒരുക്കി തന്ന ആരാണെങ്കിലും അവർക്കെല്ലാം നന്ദി. എന്റെയും കുടുംബത്തിന്റെയും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ? വയസ്സായോ? 40 വയസ്സായി? പണ്ടാകത്തുള്ളൂ. Happy birthday to you. Happy birthday, happy birthday. ഭയങ്കര സർപ്രൈസ് ആയി പോയി. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇവിടെ കുറെ ഈസ്റ്റേണിന്റെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മറ്റുള്ള സംഭവങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ശരി എന്നാല്. ഓക്കെ കഴിഞ്ഞ 25 വർഷമായി രാത്രിയായി കേട്ടോ. രാത്രി സ്നേഹനം കാഴ്ചവെച്ചുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയും പൗഡേഴ്സെല്ലാം മേടിച്ചു. ഈ ഒരു വർഷം 2025 എന്ന് പറഞ്ഞത് ഒരു നാഴികക്കല്ലായിരുന്നു. പോയാ ഓക്കെ. പക്ഷെ ഇത് പുളിയിഞ്ചി, ഇത് പുളിയിഞ്ചി എല്ലാം പുളിയിഞ്ചിയാ. ആ എനിക്ക് ലെമൺ പിക്കിൾ വേണം. ഒരു ലെമൺ പിക്കിൾ അടിപൊളി നല്ല കവറിംഗ് ആണ്. ശ്രീസ് കിച്ചന്റെ സൂപ്പർ കവറിംഗ് ആട്ടോ. കവറിൽ ചെയ്ത് നല്ല രസമുണ്ട്. അടിപൊളിയാണ്. സൂപ്പർ. എത്ര പൈസ? 100. ഓക്കെ ഇത് കഴിഞ്ഞ വർഷങ്ങൾ ശക്തനായിരിക്കണം.
കണ്ടാൽ ഒരു പ്രസിഡന്റിന്റെ ഒരു ലുക്കൊക്കെ വേണം. ആരുടെ കൂട്ടത്തിൽ നോക്കി കണ്ടാൽ ഒരു ലുക്ക് വേണം. ശരിക്കും കറക്റ്റ് അതാണ്. പോകുന്നില്ലേ? അടുത്ത പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല. സ്വന്തം പറയുന്നില്ല. നീ എവിടെ അടുത്ത പ്രസിഡന്റ് ഔട്ട് ഗോയിങ് പ്രസിഡന്റിനെ കൊടുക്കാം. ശക്തനായ ഒരാളെ തിരഞ്ഞെടുക്കൂ. ആരാണ് അടുത്തത്? അടുത്ത ആരാ? അയ്യോ, ഇതൊരു പണിയായി പോയി. ഞാൻ നോക്കുമ്പോ ഇതിന്റെ അകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ശക്തനായ പ്രസിഡന്റ് ആരാ അടുത്ത? അത്ര ശക്തി ഇല്ലാത്ത ഒരാളെ നമുക്ക് എടുക്കാം. നിതിൻ ബ്രോയെ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ഹോർലിക്സ് ഒക്കെ കൊടുത്ത് ശക്തിയാക്കാം. നിതിൻ ബ്രോ ആണ് ശക്തൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓൺലി കൂട്ടത്തിൽ നിൽക്കുന്നതിൽ ഏറ്റവും ശക്തിവാനായിട്ടുള്ള ശക്തൻ തന്നെയാണ് അല്ലേ? അപ്പൊ എല്ലാരും ഓക്കെ ആണെങ്കിൽ ഒരു കൈയടിച്ചോട്ട് നമുക്ക് അടുത്ത പ്രസിഡന്റ്. താങ്ക് യു. അപ്പം അടുത്ത വർഷം സെക്രട്ടറി, ഔട്ട് ഗോയിങ് സെക്രട്ടറി, ഒരു ബുദ്ധിയുള്ള ഒരാളെ പറഞ്ഞു തന്നെ. കഴിഞ്ഞ സെക്രട്ടറിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു കരുതണ്ട കേട്ടോ ഇത് കേട്ടിട്ട്. പ്രസിഡന്റ് പറയുന്ന പോലെ ഞാൻ സ്വയം പൊക്കി പറയില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമുക്കൊരു പെൺശക്തിയുടെ ആവശ്യമുണ്ട് ഈ ഒരു പുതിയൊരു കമ്മിറ്റിയിൽ. അപ്പോൾ ഇവിടെ ഇപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വിദ്യേച്ചി വിദ്യേച്ചിയാണ് നമ്മുടെ ഈ വർഷത്തെ സെക്രട്ടറി. എല്ലാവരും ആശംസകൾ. കണ്ടോ, ബുദ്ധിമതി എന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാനും പ്രതീക്ഷിച്ചില്ല. ജയൻ എന്നോടൊരു അസൂയൊക്കെ ജയന് വിദ്യയോടൊരു അസൂയൊക്കെ തോന്നും. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല ജയ. ഓക്കെ, അപ്പം നമുക്ക് വിദ്യ മെട്രോ കിച്ചൻ്റെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇട്ടിട്ട് ഇത് ഞാൻ അവസാനം വന്ന് മേടിക്കാന്നുണ്ട്. ഇപ്പം മേടിക്കുന്നില്ല. ഉണ്ടാവില്ലേ കുറച്ച് കഴിഞ്ഞു. എടി ഇനി എന്താ അനങ്ങാത്തേ? ഹായ് പറ നമ്മുടെ ബ്ലോക്കിൽ. ഹായ് പറ. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്ക് എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. അപ്പോൾ നമ്മൾ എന്താ പറയുക കേരള ഇവരെ TMSൻ്റെ കാർണിവൽ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നാളെ ഓഫീസിലുള്ളതുകൊണ്ട് ഞാൻ അധികം നിന്നില്ല. ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട്. അവിടെ എന്താ DJ പരിപാടികൾ പാർട്ടികൾ നടക്കും. നല്ല ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ചെറിയ ചെറിയ പാട്ടായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, വൈഭവ് സൈനിങ് ഓഫ്.